ഹലോ, വെൽക്കം ടു മാത്സ് സർവൈവൽ. ഇന്ന് SSLC എക്സാം എഴുതുന്ന കുട്ടികൾക്കായിട്ട് ജോമെട്രി ആൻഡ് ഓൾജിബ്ര എന്നുള്ള ചാപ്റ്ററിലെ എല്ലാ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. ജോമെട്രി ആൻഡ് ഓൾജിബ്രയെ കുറിച്ച് 2 വീഡിയോ നേരത്തെ ചെയ്തിരുന്നു. അപ്പോൾ ആ 2 വീഡിയോയുടെ ലിങ്കും താഴെ ബോക്സിലിട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ ബേസിക് ആയിട്ടുള്ള ഫാക്ട്സ് ഉണ്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അത് ആദ്യം കാണുക. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ഉൾപ്പെട്ട ഒരു വീഡിയോ ആണ് ഇത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. Find the radius and center of the circle x square plus y square minus 6x minus 8y plus 9 equal to 0. x square plus y square minus 6x minus 8y plus 9 equal to 0 സമവാക്യമായ വൃത്തത്തിൻ്റെ ആരവും കേന്ദ്രവും കാണുക. അപ്പം നമുക്ക് ഇക്വേഷൻ തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് റേഡിയസും സെൻറ്ററുമാണ്, അഥവാ ആരവും കേന്ദ്രവുമാണ്. ആദ്യം എന്ത് ചെയ്തു? ഞാൻ ഈ ഇക്വേഷൻ റീറൈറ്റ് ചെയ്തു. ഇക്വേഷൻ റീറൈറ്റ് ചെയ്ത് എഴുതി. ഇറ്റ് ഈസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 6x മൈനസ് 8y പ്ലസ് 9 ഈക്വൽ ടു 0. അപ്പോൾ അടുത്തായിട്ട് ഞാൻ ചെയ്ത് എക്സിൻ്റെ ടൈംസ് ഒക്കെ ഒരുമിച്ച് എഴുതി. എക്സിൻ്റെ ടൈംസ് ഏതാ? എക്സ് സ്ക്വയറും മൈനസ് 6x ആണ്, അത് ഒരുമിച്ച് എഴുതി. അതുപോലെ വൈയുടെ ടൈംസ് വൈ സ്ക്വയറും മൈനസ് 8y ഒരുമിച്ച് എഴുതി. ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് ടൈമിനെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയി, മൈനസ് 9. അപ്പോൾ നമുക്കറിയാം, ഒരു സർക്കിളിൻ്റെ സെൻറ്റർ എച്ച് കെയും റേഡിയസ് ആറും ആണെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ എക്സ് മൈനസ് എച്ച് ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയറാണ്. എക്സ് വൈ എന്ന് പറയുന്നത് ആ സെൻറ്ററിലെ ആ സർക്കിളിലെ ഏതോ ഒരു പോയിൻ്റാണ്. അപ്പോൾ കേന്ദ്രം എച്ച് കെയും ആരം ആറുമായിട്ടുള്ള സർക്കിളിൻ്റെ സമവാക്യമാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫോമിൽ നമുക്ക് നമ്മുടെ ഇക്വേഷൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കേന്ദ്രവും ആരവും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പം അതിലേക്ക് എങ്ങനെ പോകാമെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ എക്സിൻ്റെ ടേംസിനെയും വൈയുടെ ടേംസിനെയും ഒക്കെ ഒരുമിച്ച് എഴുതിയത്. ഇനി അടുത്തത് ഈ വർഗം പൂർത്തീകരിക്കുക ചെയ്യുന്നത്, സ്ക്വയർ കംപ്ലീറ്റ് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ അതിന് നമ്മൾ പഠിച്ച കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡ് ആണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? എക്സിൻ്റെ കോഎഫിഷ്യൻറ്റിൻ്റെ പകുതിയുടെ സ്ക്വയർ എടുത്ത് ആഡ് ചെയ്യും. എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് ഇവിടെ ഏതാണ്? 6 ആണ് അല്ലേ? 6ൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 3യുടെ സ്ക്വയർ 3 സ്ക്വയർ. അപ്പോൾ 3 സ്ക്വയർ ഇവിടെ ആഡ് ചെയ്തു. അപ്പോൾ 3 സ്ക്വയർ ലെഫ്റ്റ് സൈഡിൽ ആഡ് ചെയ്തപ്പോൾ എനിക്ക് റൈറ്റ് സൈഡിലും 3 സ്ക്വയർ ആഡ് ചെയ്യണം, ഇല്ലെങ്കിൽ വാല്യൂവിന് വ്യത്യാസം വരും. അതുപോലെ ഇനി വൈയുടെ കോഎഫിഷ്യൻറ്റ് നോക്കി, അത് 8 ആണ്, നെഗറ്റീവ് 8 ആണ്. അതിൻ്റെ പകുതി 4, 4ൻ്റെ സ്ക്വയർ 16. അപ്പോൾ 4 സ്ക്വയർ ഇവിടെ ആഡ് ചെയ്തു, അതുകൊണ്ട് 4 സ്ക്വയർ ഇവിടെ ആഡ് ചെയ്തു. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്? വർഗം പൂർത്തീകരിക്കാൻ, അല്ലെങ്കിൽ സ്ക്വയർ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഈ കിട്ടിയ എക്സ് സ്ക്വയർ മൈനസ് 6x പ്ലസ് 3 സ്ക്വയറിനെ എങ്ങനെ എഴുതാം? എക്സ് മൈനസ് 3 ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് 4 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. വിച്ച് ഇസ് ഈക്വൽ ടു നെഗറ്റീവ് 9 പ്ലസ് 9 പ്ലസ് 16. 3ൻ്റെ സ്ക്വയർ, 3ൻ്റെ വർഗം 9 ആണ്, 4ൻ്റെ വർഗം 16 ആണ്. അപ്പോൾ എന്ത് വന്നു? നെഗറ്റീവ് 9ഉം പ്ലസ് 9ഉം കൂടെ ചേർന്ന് 0 ആയിപ്പോയി. പിന്നെ പ്ലസ് 16 ഉള്ളു. 16 എനിക്ക് എങ്ങനെ എഴുതാം? 4ൻ്റെ സ്ക്വയർ ആയിട്ട് എഴുതാം. അപ്പോൾ നമുക്ക് ഇക്വേഷൻ കിട്ടി, പുതിയ സമവാക്യം കിട്ടി. അത് എക്സ് മൈനസ് 3 ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് 4 ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 4 സ്ക്വയർ ആണ്. അപ്പോൾ ഈ ഫോമിലല്ലേ, ഈ സർക്കിളിൻ്റെ ഇക്വേഷൻ്റെ ഫോമിലല്ലേ കിട്ടിയത്? അപ്പോൾ ഇവിടെ സെൻറ്റർ എത്രയാണ്? സെൻറ്റർ എച്ച് കെ ആണ്. അപ്പോൾ ഇവിടെ എച്ചിൻ്റെ സ്ഥാനത്ത് 3യും കെയുടെ സ്ഥാനത്ത് 4ഉമാണ്. സോ സെൻറ്റർ 3, 4. അതുപോലെ റേഡിയസ് എത്രയാണ്? 4 സ്ക്വയറിനാണ് തന്നിരിക്കുന്നത് അല്ലേ? അപ്പോൾ റേഡിയസ് 4. അപ്പോൾ കേന്ദ്രം 3, 4, അതുപോലെ ആരം 4 യൂണിറ്റ് ഈ സർക്കിളിൻ്റെ. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യാം. ഇനി ഇതിൻ്റെ ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് ഉണ്ട്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തരുമ്പോൾ നമുക്ക് കണ്ടുപിടിക്കാൻ ഷോർട്ട് കട്ട് മെത്തേഡ് ഉണ്ട്. അപ്പോൾ അത് എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് നോക്കുക. ആദ്യം സെൻറ്റർ അല്ല കേന്ദ്രം കണ്ടുപിടിക്കാം. അപ്പം നമ്മൾ ആദ്യം നോക്കുന്നത് എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ആണ്. എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ഇവിടെ എത്രയാണ്? നെഗറ്റീവ് 6 ആണ് അല്ലേ? അപ്പോൾ അതിൻ്റെ സൈൻ ആദ്യം മാറ്റുക. ആദ്യം എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് നോക്കുക, പിന്നെ അതിൻ്റെ സൈൻ മാറ്റുക, അത് കഴിഞ്ഞ് അതിൻ്റെ പകുതി കാണുക. അതെത്രയാണ്? 3. അപ്പോൾ 3 എന്ന് വരും. ഇനി അടുത്തത് വൈയുടെ കോഎഫിഷ്യൻ്റ് നോക്കുക. വൈയുടെ കോഎഫിഷ്യൻ്റ് എത്രയാണ്? നെഗറ്റീവ് 8 അല്ലേ? അപ്പോൾ അതിൻ്റെ ഇതുപോലെ തന്നെ ചെയ്യുക. നെഗറ്റീവ് 8 ആണ് വൈയുടെ കോഎഫിഷ്യൻറ്റ്. അതിൻ്റെ സൈൻ മാറ്റുമ്പോൾ ഇപ്പോൾ പോസിറ്റീവ് 8 വരും. അതിൻ്റെ പകുതി കാണുമ്പോൾ 4 എന്ന് വരും. 8ൻ്റെ പകുതി 4. സോ കേന്ദ്രം 3, 4. അതുപോലെ റേഡിയസോ? റേഡിയസ് അഥവാ ആരം എത്രയാകും? റേഡിയസ് അഥവാ ആരം കണ്ടുപിടിക്കാനായിട്ട് കേന്ദ്രം ഓൾറെഡി നമുക്ക് കിട്ടി അല്ലേ? അപ്പോൾ അതിൻ്റെ സ്ക്വയേഴ്സ് ആഡ് ചെയ്യുക. 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ. അതിൽ നിന്ന് നമ്മുടെ ഇക്വേഷനിലെ കോൺസ്റ്റൻറ്റ് ടൈം സബ്ട്രാക്ട് ചെയ്യുക. കോൺസ്റ്റൻറ്റ് ടൈം ഏതാ? 9 ആണ്. സോ 9 സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ എന്ത് വരും?
ഈക്വൽ ടു റൂട്ട് ഓഫ് 3 സ്ക്വയർ 9 ആണ്, അതുപോലെ 4 സ്ക്വയർ 16 മൈനസ് 9 എന്ന് വരും. 9 മൈനസ് 9 0 ആയി പോകും. പിന്നെ റൂട്ട് 16 ഉള്ളൂ. റൂട്ട് 16ൻ്റെ വാല്യൂ 4 യൂണിറ്റ് എന്ന് കിട്ടും. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാം. പക്ഷേ നല്ലത് ആദ്യത്തെ രീതി ചെയ്യുന്നതാണ്. ഇനി മാത്സ് തീരെ പാടായിട്ടുള്ള ഒരാൾ വേണമെങ്കിൽ ഈ രീതി ചെയ്തു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാനായിട്ട് ഈ രീതി ഷോർട്ട് കട്ട് മെത്തേഡ് ഉപയോഗിക്കാം. അപ്പോൾ ഈ രീതിയിൽ ഈ പ്രോബ്ലം ചെയ്യാം. നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് വരാം. അടുത്ത ക്വസ്റ്റ്യൻ. The slope of a line is -3. The line passes through 2, 3. Write the coordinate of 2 other points on this line. ഒരു രേഖയുടെ ചെരിവ് -3 ആണ്. ഈ രേഖ 2, 3 എന്ന ബിന്ദുവിൽ കൂടി കടന്നു പോകുന്നു. ഈ രേഖയിലെ മറ്റ് 2 ബിന്ദുക്കൾ എഴുതുക. അപ്പോൾ നമുക്കൊരു ലൈനിൻ്റെ സ്ലോപ്പ് അഥവാ ചെരിവ് തന്നിട്ടുണ്ട്. അതിൽ ഒരു പോയിന്റും തന്നിട്ടുണ്ട് 2, 3 എന്ന്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ലൈനിലെ മറ്റ് വേറെ ഏതെങ്കിലും 2 പോയിന്റുകൾ കൂടി എഴുതുക. അതാണ് ക്വസ്റ്റ്യൻ. സോ നമുക്ക് സ്ലോപ്പ് അഥവാ ചെരുവിൻ്റെ ഇക്വേഷൻ അറിയാം. y2 മൈനസ് y1 ബൈ x2 മൈനസ് x1. അപ്പോൾ ഇതാണ് ഞാൻ വരച്ച ലൈൻ. ആ ലൈനിൽ 2, 3 എന്ന് പറഞ്ഞൊരു പോയിന്റ് ഓൾറെഡി ഉണ്ട്. മറ്റൊരു പോയിന്റ് xy എന്ന് എടുത്തു. ആ ലൈനിലെ വേറെ ഏതെങ്കിലും ഒരു പോയിന്റ് ആർബിട്രറി ആയിട്ട് എടുക്കുക. xy ആ ലൈനിലെ വേറൊരു പോയിൻ്റാണ്, വേറൊരു കോർഡിനേറ്റ് ആണ് xy. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവയുടെ സ്ലോപ്പ് എങ്ങനെയായിരിക്കും? y മൈനസ് 3 ബൈ x മൈനസ് 2 എന്ന് എഴുതാം അല്ലേ? y കോർഡിനേറ്റുകൾ തമ്മിലുള്ള ഡിഫറൻസ് ഡിവൈഡഡ് ബൈ x കോർഡിനേറ്റുകൾ തമ്മിലുള്ള ഡിഫറൻസ്. സോ y മൈനസ് 3 ബൈ x മൈനസ് 2 ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു എത്രയും തന്നിട്ടുണ്ട്? -3 എന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ആ ലൈനിൻ്റെ സ്ലോപ്പ് -3 ആണ്. അപ്പോൾ അതുകൊണ്ട് ആ ലൈനിലെ ഏത് 2 പോയിന്റുകൾ എടുത്താലും അവ തമ്മിൽ സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ -3 കിട്ടത്തുള്ളൂ. ഇനി നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. ഈ x മൈനസ് 2നെ താഴത്തെ ഛേദത്തിലെ x മൈനസ് 2നെ നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോയി. സോ എന്ത് വരും? y മൈനസ് 3 ഈക്വൽ ടു -3 ഇൻറ്റു x മൈനസ് 2 എന്ന് വന്നു. അപ്പോൾ y മൈനസ് 3 ഈക്വൽ ടു ഈ -3നെ ഞാൻ അകത്തോട്ടെടുത്ത് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ -3x പ്ലസ് 6 എന്ന് വന്നു അല്ലേ? ഇനി എന്ത് ചെയ്തു? ഇതിനെ എല്ലാത്തിനെയും കൂടി ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ 3x പ്ലസ് y മൈനസ് 3 മൈനസ് 6 ഈക്വൽ ടു 0 എന്ന് വന്നു. അപ്പോൾ -3 മൈനസ് 6 എന്ന് പറഞ്ഞാൽ -9 ആണ്. സോ 3x പ്ലസ് y മൈനസ് 9 ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് ഈ ഒരു രേഖയുടെ അല്ലെങ്കിൽ ഈ ഒരു ലൈനിൻ്റെ ഇക്വേഷൻ കിട്ടി. ഇനി നമുക്ക് എക്സിന് ഏത് വാല്യൂ ഇട്ട് കൊടുക്കുക, ആ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു y വാല്യൂ കണ്ടുപിടിക്കാം. അതെല്ലാം ഈ ലൈനിലെ പോയിൻറ്റ്സ് ആയിരിക്കും. അപ്പോൾ എക്സിന് നമുക്ക് ഇഷ്ടമുള്ള വാല്യൂസ് ഇട്ട് കൊടുക്കാം, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വൈയുടെ വാല്യൂ കണ്ടുപിടിക്കും. അപ്പോൾ ഞാൻ എക്സിന് 1 ഇട്ട് കൊടുത്തു. നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സിന് വേറെ ഏതെങ്കിലും വാല്യൂ ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം എക്സിന് 1 ഇട്ട് കൊടുത്തപ്പോൾ എന്ത് വന്നു? എക്സിൻ്റെ സ്ഥാനത്ത് 1 വരും. അപ്പോൾ 3 ഇൻറ്റു 1 പ്ലസ് y മൈനസ് 9 ഈക്വൽ ടു 0 എന്ന് വന്നു. 3 ഇൻറ്റു 1 എത്രയാ? 3 തന്നെ. y മൈനസ് 9 ഈക്വൽ ടു 0. അപ്പോൾ ഇനി 3യും മൈനസ് 9ഉം കൂടെ കമ്പൈൻ ചെയ്താൽ എന്ത് വരും? 3യും മൈനസ് 9ഉം കൂടെ കമ്പൈൻ ചെയ്തു. അപ്പോൾ എത്ര വന്നു? -6 വന്നു. -6 പ്ലസ് y ഈക്വൽ ടു 0. അപ്പോൾ y എത്ര വരും? -6 ആ സൈഡിലേക്ക് പോകുമ്പോൾ +6 എന്ന് വരും. y ഈക്വൽ ടു 6. അപ്പോൾ എക്സിന് 1 എടുത്തപ്പോഴായിരുന്നു yക്ക് 6 കിട്ടിയത്. അപ്പോൾ 1, 6 എന്ന് പറയുന്നത് ഈ ലൈനിലെ ഈ രേഖയിലെ ഒരു പോയിൻ്റാണ് 1, 6. ഇനി അടുത്തത് എക്സിന് നമ്മൾ 0 കൊടുക്കുകയാണ്. 0 കൊടുക്കണമെന്നില്ല, വേറെ ഏതെങ്കിലും വാല്യൂ നിങ്ങൾക്ക് കൊടുക്കാം. ഞാൻ 0 ആയി കൊടുത്തത്. സോ നമ്മുടെ ആ ഇക്വേഷനിൽ ഈ ഇക്വേഷൻ 1 എന്ന് കൊടുക്കുക. ഇക്വേഷൻ 1ൽ എക്സിന് 0 കൊടുക്കുമ്പോൾ എന്ത് വരും? 3 ഇൻറ്റു 0 പ്ലസ് y മൈനസ് 9. 3 ഇൻറ്റു 0 എത്രയാണ്? 0 തന്നെ. സോ 0 ആയി. അത് y മൈനസ് 9 ഈക്വൽ ടു 0 എന്ന് വന്നു. അപ്പോൾ y ഈക്വൽ ടു എന്ത് വരും? +9 എന്ന് വരും. അപ്പോൾ അടുത്ത പോയിന്റ് കിട്ടി. എക്സിന് 0 എടുത്തപ്പോൾ yക്ക് 9 കിട്ടി. സോ ഇത് അടുത്ത പോയിന്റ്. അപ്പോൾ 2 പോയിന്റ് കണ്ടുപിടിക്കാനായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പോൾ ഞാൻ കണ്ടുപിടിച്ചു. 1, 6 ഒരു പോയിന്റ്, 0, 9 അടുത്ത പോയിന്റ്. അപ്പോൾ ഇതുപോലെ എക്സിന് ഏത് വാല്യൂ കൊടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വൈക്ക് നിങ്ങൾക്ക് ഒരു വാല്യൂ കിട്ടും. അപ്പോൾ അത് നിങ്ങൾക്ക് കോർഡിനേറ്റ് ആയിട്ട് എഴുതാൻ സാധിക്കും. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. 5, 5 is a point on a circle with the center 1, 2. Find the equation of the circle. 1, 2 കേന്ദ്രമായ വൃത്തത്തിലെ ഒരു ബിന്ദുവാണ് 5, 5. വൃത്തത്തിൻ്റെ സമവാക്യം കാണുക. അപ്പോൾ ഒരു സർക്കിളിൻ്റെ ഒരു വൃത്തത്തിൻ്റെ സെൻറ്റർ 5, 5 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു സർക്കിൾ ഇവിടെ വരച്ചിട്ടുണ്ട്. സെൻറ്റർ 1, 2 ആണെന്നാണ് തന്നിരിക്കുന്നത്. സോ 1, 2 കേന്ദ്രം 1, 2 ആയിട്ട് മാർക്ക് ചെയ്തു. അതുപോലെ 5, 5 ഈ വൃത്തത്തിലെ ഒരു പോയിൻ്റാണ്.
അപ്പോൾ 5 വൃത്തത്തിൽ ഒരു പോയിൻ്റായിട്ട് മാർക്ക് ചെയ്തു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ വൃത്തത്തിൻ്റെ സമവാക്യം നമുക്ക് കാണണം, ഈ വൃത്തത്തിൻ്റെ സർക്കിളിൻ്റെ ഇക്വേഷൻ നമുക്ക് കാണണം. അപ്പോൾ ഈ സെൻറ്ററും ഒരു പോയിൻറ്റും തന്നിരിക്കുന്നതുകൊണ്ട് സെൻറ്ററിൽ നിന്ന്, കേന്ദ്രത്തിൽ നിന്ന് ഈ പോയിൻറ്റിലേക്കുള്ള ദൂരം എന്തായിരിക്കും? അതിൻ്റെ ആരം അഥവാ റേഡിയസ് ആയിരിക്കും അല്ലേ. അപ്പം നമുക്ക് അകലം കാണാനുള്ള ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് ഈ 1, 2ഉം 5ഉം തമ്മിലുള്ള അകലം കാണാം. അത് എന്തായിരിക്കും? അത് റേഡിയസ് ആയിരിക്കും, ഈ സർക്കിളിൻ്റെ റേഡിയസ് ആയിരിക്കും. സോ അകലം കാണാനുള്ള ഫോർമുല നമുക്കറിയാം, √(x1 - x2) the whole square plus y1 - y2 the whole square. അപ്പോൾ ഇത് വെച്ച് നമ്മൾ റേഡിയസ് കണ്ടുപിടിക്കുകയാണ്. 5 - 1 the whole square plus 5 - 2 the whole square. അപ്പോൾ 5 ൽ നിന്ന് പോയ 4, 4 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ ആൻഡ് ഇറ്റ് ഈസ് 16 + 9 √25 നമുക്ക് കിട്ടി 5. അപ്പോൾ റേഡിയസ് 5 ആണെന്ന് കിട്ടി. ഇനി സെൻറ്റർ ഓൾറെഡി നമുക്കുണ്ട് അല്ലേ. ഒരു സർക്കിളിൻ്റെ സമവാക്യം അല്ലെങ്കിൽ ഇക്വേഷൻ വേണമെങ്കിൽ നമുക്ക് വേണ്ട രണ്ട് കാര്യങ്ങൾ സർക്കിളിൻ്റെ സെൻറ്റർ, സർക്കിളിൻ്റെ കേന്ദ്രവും വൃത്തത്തിൻ്റെ കേന്ദ്രവും ആരവുമാണ്. അപ്പോൾ രണ്ടും നമുക്കുണ്ട്. സോ നമ്മൾ ഈ ഇക്വേഷൻ്റെ അകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. x - 1 the whole square plus y - 2 the whole square equal to 5 square എന്ന് കൊടുത്തു. ഇനി നമുക്കിത് എക്സ്പാൻഡ് ചെയ്യാം. a - b the whole square എന്നുള്ള ഫോർമുല വെച്ചിട്ട് ഇത് എക്സ്പാൻഡ് ചെയ്യാം. എന്താണ് a - b the whole square? a square minus 2ab plus b square. അപ്പോൾ അത് വെച്ചിട്ട് ഇവിടെ x - 1 ഹോൾ സ്ക്വയറിൽ എയുടെ സ്ഥാനത്ത് എക്സും ബിയുടെ സ്ഥാനത്ത് 1ഉം ആണ്. അതുപോലെ y - 2 the whole squareൽ എയുടെ സ്ഥാനത്ത് yയും ബിയുടെ സ്ഥാനത്ത് 2ഉം ആണ്. അപ്പോൾ അത് വെച്ച് എക്സ്പാൻഡ് ചെയ്തപ്പോൾ ഇങ്ങനെ കിട്ടി. ഇനി എക്സ് സ്ക്വയറും വൈ സ്ക്വയറും അടുപ്പിച്ച് എഴുതി. എക്സ് സ്ക്വയർ ആദ്യം എഴുതി, പിന്നെ പ്ലസ് വൈ സ്ക്വയർ എഴുതി, അത് കഴിഞ്ഞ് -2x എഴുതി, -4y എഴുതി, പിന്നെ +1ഉം +4ഉം ഉണ്ട്. അവ തമ്മിൽ കമ്പൈൻ ചെയ്യുമ്പോൾ +5 എന്ന് കിട്ടും. പിന്നെ 25നെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നു, അപ്പോൾ -25 ആയി. 5 - 25 എന്താണ്? -20. അപ്പോൾ ഇതാണ് നമ്മുടെ സർക്കിളിൻ്റെ ഇക്വേഷൻ. എക്സ് സ്ക്വയർ +y സ്ക്വയർ -2x -4y -20 = 0. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Find the point at which the circle x - 3 the whole square, x - 3 the whole square ആണ്, x - 3 the whole square plus y plus 4 the whole square equal to 25 cuts the x-axis. What about y-axis? x - 3 the whole square plus y plus 4 the whole square equal to 25 സമവാക്യമായ വൃത്തം x അക്ഷത്തെയും y അക്ഷത്തെയും മുറിച്ച് കടക്കുന്ന ബിന്ദുക്കളുടെ സൂചക സംഖ്യകൾ കാണുക. അപ്പം നമുക്ക് ഈ സർക്കിളിൻ്റെ ഇക്വേഷൻ, ഇവിടെ ഞാൻ സർക്കിൾ വരച്ചിട്ടുണ്ട്. സർക്കിളിൻ്റെ ഇക്വേഷൻ ഇതാണ്, x - 3 the whole square plus y plus 4 the whole square equal to 25. അപ്പോൾ ഇത് എക്സ് ആക്സിസിനെ മുറിച്ച് കിടക്കുന്ന രണ്ട് ബിന്ദുക്കളുണ്ട്. ഒന്ന് ഈ പോയിൻറ്റും ദീസ് 2 പോയിൻറ്റ്സ്. ഇനി y അക്ഷത്തെ മുറിച്ച് കിടക്കുന്ന രണ്ട് പോയിൻറ്റ്സ്, അത് ഇതും ഇതും. അപ്പോൾ ഇത് ഞാൻ ശരിക്കും ആൻസറിനൊത്താണ് വരച്ചിരിക്കുന്നത്. അപ്പം അല്ലെങ്കിൽ സാധാരണ വരയ്ക്കുമ്പം ഈ രണ്ട് പോയിൻ്റ് ഒരു പോയിൻ്റ് തന്നെ ആവണം നിർബന്ധമില്ല. ഇപ്പോൾ ഇവിടെ ഞാൻ ഒറിജിൻ ഒരു പോയിൻ്റ് ആക്കി എടുത്തിട്ടുണ്ട്, അങ്ങനെ ആവണം നിർബന്ധമില്ല. സപ്പോസ് കോർഡിനേറ്റ്സ് ഇങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ സർക്കിൾ ഇങ്ങനെയൊക്കെ വരാം. ഇപ്പോൾ എക്സ് ആക്സിസിനെ മുറിച്ച് കിടക്കുന്നത് ഈ രണ്ട് പോയിൻറ്റ്സും വൈ ആക്സിസിനെ മുറിച്ച് കിടക്കുന്നത് ഈ രണ്ട് പോയിൻറ്റ്സും ആയിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. അപ്പോൾ എക്സ് ആക്സിസിനെ, എക്സ് അക്ഷത്തെ മുറിച്ച് കിടക്കുന്ന പോയിന്റ് കാണണമെങ്കിൽ അവിടെ വൈ കോർഡിനേറ്റ് 0 ആയിരിക്കും അല്ലേ. എക്സ് ആക്സിസിനെ മുറിച്ച് കിടത്താൽ അവിടെ വൈ 0 ആയിരിക്കും. കാരണം എക്സ് ആക്സിസിൽ ഏതൊരു പോയിന്റ് എടുത്താലും അത് 1 0 2 0 3 0 അങ്ങനെ ആയിരിക്കും. അവിടെ വൈ കോർഡിനേറ്റ് 0 ആയിരിക്കും. അപ്പോൾ നമ്മൾ എക്സ് അക്ഷത്തെ മുറിച്ച് കിടക്കുന്ന ആ പോയിന്റ് എടുക്കാൻ വേണ്ടി വൈക്ക് 0 കൊടുക്കുകയാണ്. നമ്മുടെ ഇക്വേഷനിൽ വൈക്ക് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ എന്ത് വന്നു? x - 3 the whole square plus വൈക്ക് പകരം 0 ആയി, 0 + 4 the whole square equal to 25 എന്ന് വന്നു. അപ്പോൾ എന്ത് വരും? x - 3 the whole square plus 0 + 4 എന്താണ്? 4 തന്നെ. 4ൻ്റെ സ്ക്വയർ 16 equal to 25 എന്ന് വന്നു. സോ x - 3 the whole square equal to, ഈ 16നെ ഞാൻ അപ്പുറത്തോട്ട് കൊണ്ടുപോയി, അപ്പോൾ -16 ആയി. 25 - 16 അത് 9 എന്ന് കിട്ടും. അപ്പോൾ x - 3 the whole square ആണ് 9. അങ്ങനെയാണ് x - 3 മാത്രം എന്താകും? √9. അത് +3ഓ -3ഓ ആകാം. അപ്പം x - 3ക്ക് രണ്ട് വാല്യൂ കിട്ടി. x - 3 ഒന്നെങ്കിൽ 3 ആകാം, ഇല്ലെങ്കിൽ x - 3 -3 ആകാം. x - 3 3 ആണെങ്കിൽ x ഈക്വൽ ടു
ഈ -3 അപ്പുറത്തെ സൈഡിലോട്ട് പോകുമ്പോൾ +3 ആകും. 3 + 3 6 എന്ന് വരും. x - 3 -3 ആകുമ്പോൾ x = -3 + 3 എന്ന് വരും. ഈ -3 അപ്പുറത്തെ സൈഡിലോട്ട് പോകുമ്പോൾ +3 ആകും. ആൻസർ 0 വരും. അപ്പോൾ നമുക്ക് 2 പോയിന്റ്സ് കിട്ടി. x അക്ഷത്തെ മുറിച്ച് കിടക്കുന്ന സൂചക സംഖ്യകൾ ഏതൊക്കെയാണ്? y കോർഡിനേറ്റ് ഓൾറെഡി 0 ആണ്, നമ്മൾ ഓൾറെഡി ഫിക്സ് ചെയ്ത് വെച്ചു. 2 x കോർഡിനേറ്റുകൾ ഇപ്പോൾ കിട്ടി, ഒന്ന് 6ഉം മറ്റൊന്ന് 0ഉം. അപ്പോൾ 2 പോയിന്റ് ഇതൊക്കെയാണ് 6 0 0 0. അപ്പോൾ ഇതുപോലെ y അക്ഷത്തെ മുറിച്ച് കിടക്കുന്ന സൂചക സംഖ്യകൾ കാണാൻ yക്ക് xന് 0 കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ അതവിടെ ചെയ്തിട്ടുണ്ട്. ഇവിടെ xന് 0 കൊടുക്കുക. അപ്പോൾ 0 - 3 the whole square + 5 + 4 the whole square = 25 എന്ന് വരും. അപ്പോൾ -3യുടെ സ്ക്വയർ 9, പിന്നെ y + 4 the whole square = 25. 9 അപ്പുറത്തോട്ട് പോയപ്പോൾ 16 ആയി. ഇനി y + 4 = √16. അത് ഒന്നെങ്കിൽ +4 ഇല്ലെങ്കിൽ -4 എന്ന് വരും. +4 ആണെങ്കിൽ y = 0 എന്ന് വരും. -4 ആണെങ്കിൽ y = -8 എന്ന് വരും. അപ്പോൾ y അക്ഷത്തെ മുറിച്ച് കിടക്കുന്ന സൂചക സംഖ്യകൾ ഏതൊക്കെയാണ്? അവിടുത്തെ x കോർഡിനേറ്റ് 0 ആണ്. അപ്പോൾ ഇത് നമ്മൾ ഫിക്സ് ചെയ്ത കാര്യമാണ് ഇത് രണ്ടും. പിന്നെ ഇപ്പം നമുക്ക് കിട്ടി ഒരു പോയിന്റ് 0, അടുത്ത പോയിന്റ് -8. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാം പോയിന്റ്സ്. x അക്ഷത്തെയും y അക്ഷത്തെയും മുറിച്ച് കിടക്കുന്ന x ആക്സിസിനെയും y ആക്സിസിനെയും കട്ട് ചെയ്യുന്ന പോയിന്റുകൾ കണ്ടുപിടിക്കാൻ കഴിയും. നമുക്ക് അടുത്ത പ്രോബ്ലം ചെയ്യാം. 5ാമത്തെ ക്വസ്റ്റ്യൻ. Prove that x-axis is a tangent to the circle x - 3 the whole square plus 5 + 4 the whole square = 16. x - 3 the whole square plus 5 + 4 the whole square = 16 സമവാക്യമായ വൃത്തത്തിൻ്റെ തൊടുവരയാണ് x അക്ഷം എന്ന് തെളിയിക്കുക. അപ്പോൾ നമുക്കൊരു സർക്കിൾ തന്നിട്ടുണ്ട്. ആ സർക്കിളിൻ്റെ ഒരു ടാൻജൻറ്റ് അഥവാ തൊടുവരയായിരിക്കും x അക്ഷം ആണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ x അക്ഷത്തെ മുറിച്ച് കിടക്കുന്ന തൊടുവര അല്ലെങ്കിൽ ടാൻജൻറ്റ് എന്ന് പറഞ്ഞാൽ എന്നാ അർത്ഥം? സർക്കിളിൻ്റെ ഒരു പോയിന്റിൽ മാത്രമായിരിക്കും അത് ടച്ച് ചെയ്തിരിക്കുന്നത്, അല്ലേ? അപ്പം സർക്കിളിൻ്റെ ഒരു പോയിന്റിൽ മാത്രമേ ഈ x ആക്സിസ് ടച്ച് ചെയ്തിട്ടുള്ളൂ, x അക്ഷം ടച്ച് ചെയ്തിട്ടുള്ളൂ എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അതായത് ഇങ്ങനെ ആയിരിക്കണം സർക്കിൾ, ഈ ഒരൊറ്റ പോയിന്റിൽ മാത്രമേ സർക്കിൾ ടച്ച് ചെയ്തിട്ടുള്ളൂ എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. x ആക്സിസിൽ ഈ ഒരൊറ്റ പോയിന്റിൽ മാത്രമേ സർക്കിൾ ടച്ച് ചെയ്തിട്ടുള്ളൂ എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പോൾ x ആക്സിസിലൂടെ കടന്നു പോകുന്ന ഒരേ ഒരു പോയിന്റ് മാത്രമേ ഉള്ളൂ എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ശരിക്കും. അപ്പോൾ x അക്ഷത്തിൽ y-യുടെ വാല്യൂ എത്രയായിരിക്കും? 0. അപ്പോൾ നമുക്ക് y-ക്ക് 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. x-ന് എത്ര പോയിന്റുകൾ കിട്ടുമോ എന്ന് നമുക്ക് നോക്കാം. അപ്പം x അക്ഷത്തിൽ y 0 ആയിരിക്കും. അപ്പോൾ y-ക്ക് പകരം 0 കൊടുക്കുകയാണ്. നമ്മുടെ സർക്കിളിൻ്റെ ഇക്വേഷൻ ഇതാണ്. x - 3 the whole square plus 5 + 4 the whole square = 16. അതിനകത്ത് y-ക്ക് 0 കൊടുത്തു. അപ്പോൾ എന്ത് വരും? x - 3 the whole square plus 0 + 4 the whole square = 16 എന്ന് കിട്ടി. 0 + 4 the whole square എന്ന് പറഞ്ഞാൽ അത് 16 തന്നെയാണ്. =16 എന്ന് കിട്ടി. ഈ 16 അപ്പുറത്തെ സൈഡിലോട്ട് പോകുമ്പോൾ ഇത് 0 ആയി പോകും. അപ്പോൾ x - 3 the whole square 0 ആണ്. ഇനി അപ്പോൾ x - 3 എന്തായിരിക്കും? √0 ആണ്. √0 = 0. അപ്പോൾ 0യ്ക്ക് പ്രത്യേകിച്ച് സൈൻ ഒന്നുമില്ല. അപ്പോൾ +or-0 എന്ന് നമ്മൾ ഇടേണ്ട കാര്യമില്ല. x - 3യുടെ വാല്യൂ 0 ആണ്. അങ്ങനെയാണെങ്കിൽ x എത്രയായിരിക്കും? 0 + 3 + 3 ആയിരിക്കും. അപ്പോൾ ഒരു പോയിന്റ് നമുക്കിവിടെ കിട്ടിയുള്ളൂ, 3 0. അപ്പോൾ ഈ പോയിന്റ് എത്രയായിരിക്കും? നമ്മുടെ x ആക്സിസിനെ മുറിച്ച് കിടക്കുന്ന ഈ പോയിന്റ് 3 0 ആയിരിക്കും. അപ്പോൾ ഒറ്റ ഒരു പോയിന്റിൽ കൂടിയേ പോകുന്നുള്ളൂ, അത് 3 0 എന്ന് പറഞ്ഞ പോയിന്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ. Prove that the circle x² + y² + 2x - 6y + 3 = 0 does not pass through x-axis. x² + y² + 2x - 6y + 3 = 0 സമവാക്യമായ വൃത്തം x അക്ഷത്തെ മുറിച്ച് കടക്കില്ല എന്ന് തെളിയിക്കുക. അപ്പോൾ ഈ ഒരു സർക്കിൾ, ഈ ഒരു ഇക്വേഷനുള്ള സർക്കിൾ x ആക്സിസിലൂടെ പോകില്ല, x അക്ഷത്തിലൂടെ പോകില്ല എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ x അക്ഷത്തിലൂടെ പോകുമെങ്കിൽ എന്തായിരിക്കും സംഭവിക്കാം? അതിൻ്റെ y കോർഡിനേറ്റ് 0 ആയിരിക്കും, അല്ലേ? അപ്പം നമുക്ക് y-ക്ക് 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. അപ്പോൾ ഈ ഇക്വേഷൻ ഞാൻ ഒന്നുകൂടി എടുത്തെഴുതി. x² + y² + 2x - 6y + 3 = 0. അവിടെ y-ക്ക് 0 കൊടുക്കുമ്പോൾ y എല്ലാം പോകും. പിന്നെ എന്തേ ഉള്ളൂ? x² + 2x + 3 = 0. y രണ്ടും പോകും, ഈ y² പോകും, ഈ -6y പോകും. y-ക്ക് 0 ആകുമ്പോൾ അത് രണ്ടും പോകും. പിന്നെ x² + 2x + 3 = 0 എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇതൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനാണ്, അല്ലേ? ഇതൊരു രണ്ടാം കൃതി സമവാക്യമാണ്. അപ്പോൾ രണ്ടാം കൃതി സമവാക്യത്തിൻ്റെ ആൻസർ കാണുന്നത് എങ്ങനെയാണ്?
നമുക്ക് ഏത് വിവേചകം ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം, അല്ലെ ഡിസ്ക്രിമിനൻ്റ് ഉപയോഗിച്ച് ചെയ്യാം. അപ്പോൾ ആ ഡിസ്ക്രിമിനൻ്റ് അഥവാ വിവേചകം b² - 4ac ഞാനൊന്ന് കണ്ടുപിടിക്കാം. കാരണം എന്നായാലും നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് മുറിച്ച് കടക്കില്ലെന്നാണ്. അപ്പോൾ y = 0 ആകുമ്പോൾ എക്സിന് പ്രത്യേകിച്ച് ഒരു വാല്യൂ കിട്ടത്തില്ലെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ b² - 4ac ഒന്ന് കണ്ടുപിടിക്കുകയാണ്. അപ്പം സൊല്യൂഷൻ ഉണ്ടോ ഇല്ലയോ, ആൻസർ ഉണ്ടോ ഇല്ലയോ നമുക്കറിയാം. അപ്പം എയുടെ സ്ഥാനത്ത് ഇവിടെ x² കോഎഫിഷ്യൻറ്റ് അതെത്രയാണ്, 1 ആണ്. എക്സിൻ്റെ കൂടെ കിടക്കുന്ന ഗുണോത്തരം അതെത്രയാണ്, 2 ആണ്. അതുപോലെ ലാസ്റ്റത്തെ കോൺസ്റ്റൻ്റ് 3 ആണ്. അപ്പോൾ b² - 4ac നമ്മൾ കണ്ടുപിടിക്കുകയാണ്. അപ്പം ബിയുടെ സ്ഥാനത്ത് 2, അപ്പോൾ 2² - 4ac 4 × 1 × 3 എന്ന് വരും. സോ 4 - 12 എന്ന് വരും. എത്രയാണ് ആൻസർ, -8 ആണ് കിട്ടുന്നത്. അപ്പോൾ b² - 4ac 0യേക്കാളും ചെറുതാണ്, <0 ആണ്, അല്ലെങ്കിൽ അതൊരു നെഗറ്റീവ് വാല്യൂ ആണ്. അപ്പം അതിനർത്ഥം എന്താ, ഈ ഇക്വേഷന് സൊല്യൂഷൻ ഇല്ലെന്നല്ലേ, ഈ ഇക്വേഷന് ഒരു റിയൽ സൊല്യൂഷൻ ഇല്ല എന്നല്ലേ അർത്ഥം. അപ്പം അതുകൊണ്ട് ഇതിന് സൊല്യൂഷൻ ഇല്ല. അപ്പം അതുകൊണ്ട് y 0 ആകുവാണെങ്കിൽ എക്സിന് ഒരു ആൻസർ ഇല്ല, എക്സിന് ഒരു ആൻസർ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് എന്താണ്, y 0 ആകില്ല. കാരണം y 0 ആകുന്ന എക്സിന് ഒരു പോയിന്റ് ഉണ്ടായിരിക്കും, അല്ലേ. അപ്പോൾ y 0 ആകുമ്പോൾ എക്സിന് പോയിന്റ് ഇല്ല എന്ന് പറഞ്ഞാൽ അർത്ഥം അങ്ങനെ ഒരു പോയിന്റിൽ കൂടി ഈ സർക്കിൾ പാസ് ചെയ്യുന്നില്ല എന്നാണ് അർത്ഥം. അപ്പോൾ അതുകൊണ്ട് വൃത്തം x അക്ഷത്തെ മുറിച്ച് കടക്കില്ല, അല്ലെങ്കിൽ x ആക്സിസിലൂടെ കടന്നു പോകില്ല എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇത്രയും പ്രോബ്ലംസാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാ പ്രോബ്ലംസും ചെയ്ത് പഠിക്കുക. അപ്പോൾ ഇതിനു മുമ്പുള്ള 2 ജോമെട്രി ആൻഡ് ഓൾജിബ്രയിലെ 2 വീഡിയോസ് ഉണ്ട്, അപ്പോൾ അതുകൂടി കാണുക. അപ്പോൾ ഏകദേശം കംപ്ലീറ്റ് ആകും. അപ്പോൾ നമുക്ക് എല്ലാം തന്നെ ഏകദേശം ഈ ഒരു ചാപ്റ്ററിൽ നിന്നുള്ള എല്ലാം തന്നെ കവറായി. നന്നായിട്ട് ചെയ്ത് പഠിക്കുക, എന്നിട്ട് നന്നായിട്ട് എക്സാം എഴുതുക. ബൈ, ടാറ്റാ.